മംഗലം കളിയുടെ ചടുല നൃത്തവുമായി കണ്ണൂർ മോഡൽ റെസിഡൻസ് സ്കൂളിലെ ചുണക്കുട്ടികൾ അന്യം നിന്നു പോകുമായിരുന്ന തനത് കലാരൂപത്തെ വീണ്ടെടുത്തതിന്റെ ആവേശത്തിലാണിവർ. കലോത്സവ വേദികൾ നൽകുന്ന പ്രോത്സാഹനം വിലമതിക്കാനാവാത്തതാണെന്നും കേരള വിഷൻ ന്യൂസിനോട് വിദ്യാർത്ഥികൾ പറഞ്ഞു. തിങ്കളിലോ പൊരുളെ ഒന്ന് മുട്ട വെച്ചോ, ആ രണ്ടാം തിങ്കളിലോ പൊരുളെ രണ്ട് മുട്ട വെച്ചോ, ആ ഒന്നാം തിങ്കളിലോ പൊരുളെ ഒന്ന് മുട്ട വെച്ചോ, ആ രണ്ടാം തിങ്കളിലോ പൊരുളെ രണ്ട് മുട്ട വെച്ചോ. ആ തീയക്കടപ്പുറത്ത് പൊരുളെ പുഞ്ച വളയുന്നുണ്ട്, ആ പുഞ്ചമൂരാനോ പൊരുളിക്ക് കത്തിപ്പണി തീരണോ. ആ തീയക്കടപ്പുറത്ത് പൊരുളെ പുഞ്ച വളയുന്നുണ്ട്, ആ പുഞ്ചമൂരാനോ പൊരുളിക്ക് കത്തിപ്പണി തീരണോ. ആ മൂന്ന് സമൂർന്നാല് പൊരുളിക്ക് മുന്നായി നെല്ല് കിട്ടോ, ആ മൂന്ന് സമൂർന്നാലോ പൊരുളിക്ക് മുന്നായി നെല്ല് കിട്ടോ, ആ മൂന്ന് സമൂർന്നാല് പൊരുളിക്ക് മുന്നായി നെല്ല് കിട്ടോ, ആ മൂന്ന് സമൂർന്നാല് പൊരുളിക്ക് മുന്നായി നെല്ല് കിട്ടോ. ആ ഉപ്പും മേടിക്കണം പൊരുളി ചപ്പും മേടിക്കണോ, ആ ഉപ്പും മേടിക്കണം പൊരുളി ചപ്പും മേടിക്കണോ, ആ ഉപ്പും മേടിക്കണോ പൊരുളി ചപ്പും മേടിക്കണോ, ആ ഉപ്പും മേടിക്കണോ പൊരുളി ചപ്പും മേടിക്കണോ. ആ എങ്ങനെ തമ്പുരാലെ പൊരുളെ മക്കളെ പോറ്റേണ്ടത്, ആ മുന്നായി നെല്ല് കണ്ടോ പൊരുളെ മക്കളെ പോറ്റേണ്ടത്. ആ എങ്ങനെ തമ്പുരാനെ പൊരുളി മക്കളെ പറ്റേണ്ടത്, ആ മുന്നായി നെല്ല് കണ്ടോ പൊരുളി മക്കളെ പറ്റേണ്ടത്. ആ പുള്ളിക്ക് വൈക വൈക പൊരുളെ പുള്ളിക്ക് വൈക വൈക, ആ പുള്ളിക്ക് വൈക വൈക പൊരുളെ പുള്ളിക്ക് വൈക വൈക, ആ പുള്ളിക്കും വൈക വൈക പൊരുളി പുരുളിക്കും വൈക വൈക, ആ പുള്ളിക്കും വൈക വൈക പൊരുളി പുരുളിക്കും വൈക വൈക. മംഗലം കളിയുടെ എല്ലാ ആവേശവുമാണ് ഇവിടെ കൊട്ടിക്കയറി വന്നത്. എന്തായാലും കണ്ണൂരിലെ ചുണക്കുട്ടന്മാരാണ് ഇവർ. ആദ്യം ഇവരെ പരിചയപ്പെടാം. എന്താണ് പേര്? അഭിനവ്. എത്ര കാലം ഈ പരിശീലനത്തിൽ രണ്ട്. കലോത്സവത്തിന് വരാൻ വേണ്ടി എത്ര കാലം ഈ മംഗലം കളി പരിശീലിച്ചു? രണ്ട്. ഉദയകുമാർ, അജിത്ത്, അഭിനന്ദ്, അഖിൽ, അദ്വൈത്, ശ്രീരാജി. അതായത് ഇവരിൽ പലരും ഈ മംഗലം കളി ജീവിതത്തിന്റെ ഭാഗമാക്കിയിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ട് പ്രത്യേക കോച്ചിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. എന്തായാലും ഇവരുടെ അധ്യാപകൻ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. പക്ഷേ എന്ത് തോന്നുന്നു? സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷം തോന്നുന്നുണ്ട്. ഇപ്രാവശ്യം ഇവിടെ ഈ മംഗലം കളിയുമായി കുട്ടികളോടൊപ്പം ചേരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ മംഗലം കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിന്റെ ഒരു സവിശേഷത എന്താണ് മാഷെ? സവിശേഷത എന്താ പറഞ്ഞാൽ ഇത് കാസർഗോഡ് ജില്ലയിൽ പിന്നെ കണ്ണൂർ ഏതായാലും പ്രദേശങ്ങളിലാണ് മംഗലകളി. പിന്നെ ആദിവാസി ഊരുകളിൽ പിന്നെ പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ കാതുകുത്ത് കല്യാണം, പിന്നെ തിരണ്ടുമംഗലം. കലോത്സവത്തിന്റെ വേദിയിൽ നിൽക്കുമ്പോൾ എന്താണ് മാഷിന് അനുഭവിക്കുന്നത്? കലോത്സവത്തിന് വേദിയിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ 2 വർഷം, ഇത് 2ാം വർഷമാണ് മംഗലം കളി പിന്നെ സ്കൂൾ കലോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ട്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്ര സന്തോഷമുണ്ട്. അത്ര തന്നെ. മോന്റെ പേരെന്താണ്? ജിതിൻ. ജീവനാഥ്. ജീവനാഥിന്റെ ജീവനാടിയാണോ തുടി? ആ, ജീവനാഥിന്റെ ജീവനാടിയാണ് തുടി. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ജീവിതത്തിന്റെ ഭാഗം കൂടിയാണ്. ആ മൂന്ന് സമൂർന്നാലോ പൊരുളിക്ക് മുന്നായി നെല്ല് കിട്ടോ,